ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് അവരിപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാരുവിൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ്. പോകുന്ന ടൈമിൽ ഹാരു ജിന്നിനോട് പറയുന്നുണ്ട്, എന്നെ എൻ്റെ അച്ഛൻ അടിക്കുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തുള്ള മുറിവിനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അല്ലാണ്ട് സ്കൂളിൽ വെച്ചുണ്ടായ അടിയാണ്, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. നീയാണെങ്കിൽ അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ കേട്ടോണ്ടങ്ങ് നിന്നോണം. അച്ഛൻ അടിക്കുന്ന കാര്യമാണെന്നൊന്നും ഒരിക്കലും അമ്മയോട് പറയരുതെന്ന് പറയുന്നുണ്ട്. ജിന്നു അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരോട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാണെങ്കിൽ ഇവർ രണ്ടിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഇവർക്കുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. റൂമിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും കിടക്കാൻ പറ്റുന്നൊരു വലിയ ബെഡായിരുന്നു. എന്നാൽ ജിന്നിന് എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ അവൻ ഹാരുവിനോട് ഞാൻ താഴെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹാരു ഇല്ല, നീയും ബെഡിൽ കിടക്കാനായിട്ട് തന്നെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാരു അവിടെ ഇരുന്നൊരു ബുക്കിലൊക്കെ പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിന്നത് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹാരു ഇത്രയും നന്നായിട്ട് പടം വരയ്ക്കുന്ന കണ്ടിട്ട് അവനൊന്ന് അതിശയിക്കുന്നുണ്ട്. എന്നിട്ട് ഹാരുവിനോട് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് കോളേജിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നതും ഇല്ലേന്ന്. ആ സമയം ഹാരു ഇല്ല, എനിക്ക് കോളേജിൽ പോകാൻ താല്പര്യമില്ല, ഞാനാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ജോലി ചെയ്യാൻ കയറും എന്നൊക്കെ പറയാണ്. അതേ ടൈമിന് ഹാരുവിൻ്റെ അമ്മ ഇവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ വീട് ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ബീച്ചിൻ്റെ ആ ഒരു കരയിൽ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹാരുവും ജിന്നും അവൻ്റെ അമ്മയും പിന്നെ അവൻ്റെ അമ്മ ഇപ്പോൾ കല്യാണം കഴിച്ചതിൽ അവർക്കുണ്ടായൊരു കുഞ്ഞു ആവേം ഇവർ 4 പേരും കൂടെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമിന് ജിന്നാണെങ്കിൽ ഈ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് അതിൻ്റെ റെസിപ്പി അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഹാരുവിൻ്റെ അമ്മ അതിലെന്താ, നിനക്കുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരിന്ന് കഴിക്കുകയാണ്. ആ സമയം ഹാരുവിൻ്റെ അമ്മ ജിന്നിൻ്റെ അടുത്ത്, ഹാരുവിന് നിന്നെപ്പോലെ പഠിക്കുന്ന ഒരു കുട്ടി ഫ്രണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പിന്നെ ഹാരു ആണെങ്കിൽ എപ്പോഴും അടിയുണ്ടാക്കി നടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം എൻ്റെ മുഖത്തത്രയും പാടാണല്ലോ, അത് ശരിയാണോ ജിൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നിന് അതവൻ്റെ അച്ഛൻ അടിക്കുന്ന കാര്യമാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പറയണമെന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഹാരു ആണെങ്കിൽ അത് പിന്നെ സ്കൂളിലുണ്ടായ അടിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ പോയി അടിയുണ്ടാക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ നിന്നെ വഴക്ക് പറയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ആ മുറിവുകളൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനാണ് അത് ചെയ്തത് എന്ന് പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഹാരു പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജിന്ന് പെട്ടെന്ന് അത് മാറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും, അതാണ് ഞാൻ പറയാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം കുറേ കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് കഴിയുന്നുണ്ട്. ആ ടൈമിനും തിരിച്ച് വീട്ടിലേക്ക് കയറി പോവാതെ ജിന്നും ഹാരും ആ ഒരു ബീച്ചിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് തിരിച്ച് കയറി പോകാമെന്നും പറഞ്ഞിട്ട് അവർ പോകാനായി നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിന്നാണെങ്കിൽ നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോൾ നീയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചോളാൻ പറയാണ്. ഹാരു അപ്പോൾ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല, കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ മോനല്ലേ, ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആയിപ്പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്, അത് കാരണം ഞാൻ നിന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ടെൻഷനുണ്ട് എന്ന് പറയാണ്. ജിന്ന സമയം നീ നിൻ്റെ അച്ഛനെ പോലെ ആയി തീരത്തില്ല, നീ അതോർത്ത് ഒരിക്കലും പേടിക്കണ്ടെന്ന് പറയുമ്പോൾ ഹാരുവാണെങ്കിൽ നീ എന്നെ നല്ലപോലെ നോക്കിക്കോളോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഞാൻ നിന്നെ പൊന്നോരെ നോക്കിക്കോളാം എന്ന് പറയാണ്. ഹാരു ആ സമയം പക്ഷേ നീ എബ്രോഡ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ എനിക്ക് പോകണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ പക്ഷേ നീ പോകണമല്ലോ, നിനക്ക് നന്നായിട്ട് പഠിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ പക്ഷേ നീയല്ലേ എൻ്റെ അടുത്ത് പോകണ്ടെന്നും കൂടെ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഹാരു അത് പിന്നെ ശരിക്കും എനിക്ക് നീ പോകണ്ടെന്നാണ് ആഗ്രഹം, പക്ഷേ നിൻ്റെ ഫ്യൂച്ചർ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നീ പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയം വീണ്ടും ഹാരു പറയുന്നുണ്ട്, ശരിക്കും നീ എന്നെ വിട്ട് പോകണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല എന്ന്. പിന്നീട് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും റൂമിൽ വെച്ചിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട് ആദ്യമായിട്ട്. പിന്നീട് കാണിക്കുന്നത് അവർ പോകാനായിട്ട് ഇറങ്ങുന്നതാണ് അടുത്ത ദിവസം. അങ്ങനെ അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ അവൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ജിന്നിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഹാരു വരുമ്പോഴത്തേക്കും കൂടെ വരാനും ജിന്നിനോടും പറയുന്നുണ്ട്. അങ്ങനെ ബായിയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ടൈമിൽ ഹാരു ആണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് നമുക്ക് ബസ്സിന് ഇനിയും കുറച്ചുകൂടെ ടൈമില്ലേ, നമുക്കാണെങ്കിൽ ഒന്നുകൂടെ ബീച്ചിൽ പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ബീച്ചിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അങ്ങനെ അവർ അവിടെ എത്തിയിട്ട് കടലൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് ഹാരു ജിന്നിനോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ അടിക്കുന്നത് ഇനി എനിക്ക് കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും കൂടെ എന്നെ ഇട്ടിട്ട് പോവോ എന്നൊരു പേടിയായിരുന്നു, എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒരു പുതിയ ഫാമിലിയൊക്കെ ആയിട്ട് അമ്മ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്, എനിക്കും നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയാണ്. അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജിന്നിനെ വിളിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അവിടെ വെച്ചിട്ട് ജിന്ന് പറയുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, നിനക്ക് ഞാൻ കമ്പനി തരാമെന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതിനുശേഷം ബസ്സിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അവർ ബസ്സിൽ കയറി പോകുന്നുണ്ട്. ബസ്സിൽ ഇരിക്കുന്ന ടൈമിന് ഹാരു ആണെങ്കിൽ ജിന്നിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ജിന്ന് അത് നേരത്തെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹാരുവിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ഡിസംബറിലാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹാരു ജിന്നിനോട് പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നീ എനിക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ഒരു
ബർത്ത്ഡേ ലെറ്റർ എഴുതിയാൽ മതിയെന്ന്. അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹാരു തിരിച്ച് ജിന്നിനും ഒരു ലെറ്റർ എഴുതാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരവരുടെ സ്ഥലത്തെത്തുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവർ നടന്നു പോകുന്ന ടൈമിൽ ഹാരു ജിന്നിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ലാസ്റ്റ് കരഞ്ഞത് എപ്പോഴാണെന്ന്. ജിന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഹാരു ആണെങ്കിൽ എന്തായാലും ഞാൻ നിനക്ക് എഴുതുന്ന ലെറ്റർ വായിക്കുമ്പോൾ നിനക്ക് എന്തായാലും സങ്കടം വരും, നീ കരയൂന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അതും പറഞ്ഞ് നടന്നു പോകുമ്പോഴത്തേക്കും രണ്ടുപേർക്കും രണ്ട് ഡയറക്ഷനിലോട്ടാണ് പോവേണ്ടത്. അങ്ങനെ അവർ അവിടെ വെച്ച് ബായ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിൽ ഹാരു ആണെങ്കിൽ ഇപ്പം നന്നാവാൻ തീരുമാനിച്ച് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജിന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവൻ നല്ല സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം ഹാരുവിൻ്റെ ഫ്രണ്ട് ഹാരുവിന് ഇങ്ങനെ ഒരു മാറ്റം വന്ന് കണ്ടിട്ട് അവനെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നതുകൊണ്ട് ഇവനിതെന്താ പറ്റിയെന്ന്. അന്ന് വീട്ടിൽ പോകുന്ന ടൈമിന് ഹാരുവിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ജിന്നാണെങ്കിൽ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സമയം ഹാരുവിനെ കോൾ ചെയ്തിട്ട് നീ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിലോട്ട് വരണം, ഞാൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഹാരു ഓക്കെ എന്ന് പറയാണ്. ആ സമയമാണ് ജിന്ന് പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു. ഈ കടയുടെ അകത്തുനിന്ന് എന്തോ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ഹാരുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓടിപ്പോവാണ്. നോക്കിയപ്പോൾ അത് ബിയറോ ആൽക്കഹോളോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. എന്നാൽ ഇവരൊക്കെ മൈനറാണല്ലോ, അതായത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലേ ആയുള്ളൂ, അതുകൊണ്ട് ഇനി ഇവർക്കിത് വാങ്ങാൻ പറ്റത്തില്ല. എന്നാൽ അവൻ്റെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടിയതാണ്. ഇവൻ്റെ പുറകെ വേറെ 1-2 ചെക്കന്മാർ ഓടുന്നുണ്ട്. ഇത് ജിന്ന് കണ്ടിട്ട് ഹാരുവുമായിട്ട് കോളിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഹാരുവിൻ്റെ അടുത്ത് ആ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ജിന്ന് പറയുന്നതുകൊണ്ട് അത് നിൻ്റെ ഫ്രണ്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ആണെന്ന് തോന്നുന്നു. പിന്നീട് അപ്പം തന്നെ കോൾ കിട്ടിയുന്നുണ്ട് ഹാരു. അടുത്ത ദിവസം പിന്നെ കാണിക്കുന്നത് സ്കൂളിൽ ജിന്ന് വരുമ്പോഴത്തേക്കും ഹാരു അവൻ്റെ ഫ്രണ്ടോ ഉണ്ടായിരുന്നില്ല. ജിന്ന് അവൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കേൾക്കുന്നുണ്ട്. അതായത് മിക്കവാറും ഹാരും അവൻ്റെ ഫ്രണ്ടും സ്കൂളിൽ നിന്ന് പുറത്താവും എന്നൊക്കെ. ജിന്നിനാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല. അന്നത്തെ ദിവസം അവൻ എപ്പോഴെങ്കിലും വരുമെന്ന് കരുതി നോക്കിയിരുന്നിട്ടും ഹാരു ആണെങ്കിൽ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇൻ്റർവെൽ ആകുന്ന ടൈമിന് ജിന്ന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂഫ് ടോപ്പിൽ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോഴാണ് ഹാരു അവന് മെസ്സേജ് ഇട്ടിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് വരാൻ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഹാരു അവിടെ ഉണ്ടായിരുന്നു. ഹാരു ജിന്നിൻ്റെ അടുത്ത് ഇന്നലെ ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞതല്ലേ, പക്ഷേ വരാൻ പറ്റിയില്ല, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഇല്ല അതൊന്നും കുഴപ്പമില്ല, എന്താ സംഭവിച്ചത്, എന്താ പ്രശ്നം, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹാരു അത് പിന്നെ ഞാൻ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താകും എന്നിങ്ങനെ പറയുമ്പോൾ അതെന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം കാണിക്കുവാണ്. ഇതുപോലെ കോളിൽ സംസാരിച്ച സമയത്ത് ഇതുപോലെ ഹാരുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ജിന്ന കാര്യം ഹാരുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കോൾ കട്ട് ചെയ്തിട്ട് ഹാരുവിന് അത് അവൻ്റെ ഫ്രണ്ട് തന്നെയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട് എപ്പോഴും നിൽക്കുന്ന ഒരു ക്ലബ്ബിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വേറെ കുറേ പയ്യന്മാരുണ്ട് ഇവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള. അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഹാരു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ നല്ല പഠിച്ചത്, നീ എന്തിനാ ഇപ്പോൾ ഇത്രയും നല്ലവനെ പോലെ പെരുമാറാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. ഹാരു അപ്പോൾ അതിന് കാരണം ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി, എനിക്ക് നീ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാന്ന്. ആ സമയം അവൻ്റെ ഫ്രണ്ട് അയ്യോ എന്തൊക്കെയായി പറയുന്നത്, എന്തായാലും ഇതിൻ്റെ അത് കയറിപ്പോയില്ലേ, അപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഹാരു അപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മേനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് നിൻ്റെ അച്ഛൻ നിന്നെ എടുത്തിട്ട് അടിക്കുമ്പോൾ നിൻ്റെ അമ്മ ഒന്നും അറിയുന്നില്ല, അതിനെ രക്ഷപ്പെടുത്താനും വരുന്നില്ല, നീ കിടന്ന് അരകിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വന്നിട്ട് ഹാരു അവൻ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഹാരു അവൻ അടിക്കുന്നില്ല. പകരം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഇനിയും നേരായ മാർഗ്ഗത്തിൽ ഇപ്പോൾ സമയമുണ്ട്, അതുകൊണ്ട് നീ ഇതൊക്കെ വിടാൻ. എന്നാൽ അവൻ്റെ ഫ്രണ്ട് അത് കേൾക്കുന്നില്ല. തിരിച്ച് ഹാരുവിനെ അടിച്ചിട്ട് നിൻ്റെ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്, നീ കാരണമാണ് ഞാനും ഇങ്ങനെ ആയിത്തീർന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും പ്രിൻസിപ്പളൊക്കെ ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ ഹാരു ആണെങ്കിൽ അവനാണിത് ചെയ്തത്, അവൻ കാരണമാണ് അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യാൻ കാരണക്കാരനായത് എന്നുള്ള രീതിയിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് താനാണിത് ആദ്യം ചെയ്ത് തുടങ്ങിയതെന്നൊക്കെ. ആ സമയം പ്രിൻസിപ്പളാണെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ഇത്രയും മോശമാവാൻ പറ്റുന്നത്, ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും വീട്ടിൽ ഇരിക്കും, ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടൈമിനാണ് ഇപ്പോൾ അവനാണെങ്കിൽ ജിന്നിനെ വിളിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലിരുത്തി ഈ ഒരു കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെ ഇത് കേട്ട് വരുമ്പോൾ ജിന്ന് ചോദിക്കുന്നുണ്ട് നീ ആണെങ്കിൽ നന്നാവാൻ പോവാണെന്ന് ആഗ്രഹിച്ചതല്ലേ, നീ അത് ചെയ്യാനായിട്ട് പോയതല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന്. ആ സമയം ഹാരു ആണെങ്കിൽ എന്ത് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ജിന്നിൻ്റെ അടുത്ത് ജിന്നി പൊക്കോ, ഇനി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണ്ടെന്ന് പറയുന്നുണ്ട്. ജിന്നങ്ങനെ അവിടെ നടന്നു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം സ്കൂളിലാണെങ്കിൽ അവൻ വരുമ്പോഴത്തേക്കും ഓരോ കുട്ടികളും നോട്ടീസ് ബോർഡിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു. ചെന്ന് നോക്കുമ്പോഴത്തേക്കും നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹാരുവിനെ സസ്പെൻഡ് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട്. ആ നോട്ടീസ് കാണുമ്പോഴത്തേക്കും ജിന്ന് വല്ലാണ്ടങ്ങ് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡേറ്റ് ബൈ.